പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ തങ്ങൾക്കും പങ്കുണ്ട് എന്ന കാര്യം SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ വാർത്ത ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പുറത്തുവരുന്നത്. ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. റിപ്പോർട്ടർ TV ഒഴികെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്തയെ മുക്കുന്ന തിരക്കിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ന് ആദ്യം മാധ്യമങ്ങളെ കാണുന്നത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളാണ്. അവർ എടുത്തു പറഞ്ഞൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ ഓഫീസ് സന്ദർശിച്ചിരുന്നു എന്നും ആ സന്ദർശനം വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ആയിരുന്നു എന്നും തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചിരുന്നു എന്നും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായും മാധ്യമങ്ങളോട് സമ്മതിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെയായിരുന്നു SDPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ KK അബ്ദുൾ ജബ്ബാർ SDPI പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചത്. SDPIയുടെ നേതാവ് പറഞ്ഞത്, BJPയുടെ പരാജയം ഉറപ്പിക്കാൻ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നു എന്നാണ് SDPI ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇരു പാർട്ടികളും പറയുന്നത് ഒറ്റ കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു, തങ്ങൾ പിന്തുണ നൽകിയിരുന്നു. SDPI വെറും പിന്തുണ നൽകുകയോ അവരുടെ വോട്ടുകൾ നൽകുകയോ മാത്രമല്ല ചെയ്തത്, പള്ളികൾ കേന്ദ്രീകരിച്ച് പാലക്കാട്ടെ പല മുസ്ലിം പള്ളികളും കേന്ദ്രീകരിച്ച് ലഘുലേഖാ വിതരണം അടക്കം നടത്തിയായിരുന്നു SDPIയുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള പ്രചരണം. ആ ലഘുലേഖ അടക്കം പ്രസോൺ TV ഇതിനു മുൻപ് വാർത്തയാക്കിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന UDF സ്ഥാനാർത്ഥിയുടെ വിജയം അത് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് കൂടി നേടിയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ RSS വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന നിലയിലുള്ള ഒരു സൂചന വോട്ടിംഗ് കണക്കുകൾ വെച്ച് പലരും പുറത്തുവിട്ടിരുന്നു. അതിന് പ്രധാന കാരണം നഗരസഭയിൽ BJPക്കുണ്ടായ വോട്ട് ചോർച്ചയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനുണ്ടായ വോട്ടിലെ വർധനവുമാണ്. BJPക്ക് നഷ്ടപ്പെട്ട അത്രയും തന്നെ വോട്ടുകൾ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് RSS വോട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന സംശയം ജനിപ്പിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്, ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും വലിയ വക്താക്കളായ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ തേടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് അവർ ആ പിന്തുണ നൽകുകയും ചെയ്തു. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന UDF സ്ഥാനാർത്ഥി പാലക്കാട് നിന്നും വിജയിച്ചു കയറുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം. ആ മികച്ച ഭൂരിപക്ഷത്തിന് പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ നിന്ന് മതേതര സമൂഹത്തിന് അപകടകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന SDPI പോലെ വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പിന്തുണ തേടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര വലിയൊരു ഭൂരിപക്ഷം സ്വന്തമാക്കിയത് എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ റിപ്പോർട്ടർ TVക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ ഇത് ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. കാര്യം റിപ്പോർട്ടർ TVയുടെ എഡിറ്ററായ സ്മൃതി പരുത്തിക്കാട് നിങ്ങൾ SDPI വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ നിന്നും അതിവിദഗ്ധമായി കൗശലത്തോടെ ഒളിച്ചോടുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കണ്ടിരുന്നു. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ തേടിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നമുക്കറിയാവുന്ന പോലെ RSS എതിർക്കപ്പെടണം എന്ന് പറയുന്ന പോലെ തന്നെ എതിർക്കപ്പെടേണ്ട ന്യൂനപക്ഷ വർഗീയ സ്വഭാവമുള്ള സംഘടനകളാണ് SDPIയും വെൽഫെയർ പാർട്ടി. ആ ന്യൂനപക്ഷ വർഗീയതയുടെ കുട പിടിച്ചായിരുന്നു രാഹുലിന്റെ വിജയമെന്ന് പറയുമ്പോൾ അത് എത്ര അപകടകരമായ ഒരു രാഷ്ട്രീയ ലൈനാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൂടി തെളിവാണ്. സന്ദീപ് വാര്യരിലൂടെ RSS വോട്ടുകളും SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും സഹായത്തോടെ ന്യൂനപക്ഷ വർഗീയ വോട്ടുകളും സമാഹരിച്ചുകൊണ്ട് നേടിയ ഈ വിജയം അത് രാഷ്ട്രീയ കേരളത്തിന് തന്നെ ഒരു അപമാനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ അവരവകാശപ്പെടുന്ന മതേതര പാരമ്പര്യത്തിന് പോലും ഈ വിജയം വലിയ ഒരു വെല്ലുവിളിയായി ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് ചുമക്കുന്നവർ, ഇന്ന് 4 വോട്ടിന് വേണ്ടി SDPIയെയും വെൽഫെയർ പാർട്ടിയെയും ചുമക്കുന്ന കോൺഗ്രസ് നാളെ അതിൽ ഖേദിക്കേണ്ടി വരും എന്ന് കാലം തെളിയിക്കും.